നോമ്പ് എടുത്ത് വരികയാണ്. അതുകൊണ്ട് ക്ലീനിങ് ആക്കേണ്ട മൊത്തത്തിൽ. ഇന്നത്തെ വീഡിയോ ക്ലീനിങ് വീഡിയോ ആണ്. നല്ലോണം സർഫ് ഇട്ടിട്ട് വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലൊരു കോട്ടൺ തുണി പുതിർത്തിയിട്ട് ജനലിൻ്റെ കമ്പിയൊക്കെ തുടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനലിൻ്റെ ഗ്ലാസും ഇതെല്ലാം ആദ്യം സർഫും വെള്ളത്തിലാക്കും. പിന്നെ നല്ല ക്ലീനായ വെള്ളത്തിൽ രണ്ടാമത് ഇതുപോലെ മുക്കിയെടുത്തിട്ട് രണ്ടാമത് ചെയ്യും. ഇത് ജനലിൻ്റെ കമ്പിയും ഗ്ലാസും മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അതൊക്കെ ഉണങ്ങിയാൽ ഇത് രണ്ടും അടച്ചു കൊടുക്കും. കാരണം മുറ്റുവല്ല ഇതാക്കേണ്ട ഇതാ നല്ലോണം വൃത്തികേടുണ്ട്. എപ്പോഴും വൃത്തിയാക്കലുണ്ട്. എന്നാൽ റോഡ് സൈഡല്ലേ, പൊടിയൊക്കെ ഉണ്ടാകും. എൻ്റെ മോളും കൂടി കൂടുന്നുണ്ട്. എല്ലാവർക്കും കൂടുന്നൊരു മോളാണ്. അത് ഞാനാക്കൂലേ? ആ തുണിയെ നിർത്തി പിടിക്കണം, എന്നാലല്ലേ എല്ലാം കിട്ടൂലോ. ഇനി ഇപ്പോൾ നമ്മൾ ചാരിപ്പൊടിയില്ലേ, അതിൻ്റെ ഇതെല്ലാം സർപ്പിട്ട് വെക്കേന് നല്ല ക്ലീൻ ആക്കുന്നൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്കൂടെ പത കൊണ്ടൊക്കെ കളിക്കുന്നുണ്ട്. ഇത് നമ്മൾ വെള്ളം അങ്ങനെ ഒഴിച്ചിട്ട് കഴുകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സർഫ് കൊണ്ട് നല്ലോണം തേച്ച് വെക്കുന്നത്. നല്ല വെള്ളത്തിൽ ക്ലീൻ ആക്കിയൊന്നും ചെയ്യില്ല. ഇനി നമ്മളെ പൈപ്പിൻ്റെ പമ്പിൽ അത് ഇട്ടിട്ടടിക്കലാണ്. എന്നാലും എല്ലാം നല്ലോണം തുടക്കുന്നുണ്ട്. കാരണം നോമ്പിലൊന്നും ഒരു പൊടിയോ ഒന്നും നമ്മൾ വെച്ചൂടല്ല. നോമ്പിന് വൃത്തിയാക്കുന്ന മാതിരി ഒരു സമയത്തും വൃത്തിയാക്കില്ല. കർട്ടനും എല്ലാം വൃത്തിയാക്കണ്ട മൊത്തത്തിൽ. കർട്ടനിൽ കഴുകലും പിടിക്കലും ഇത് വെള്ളം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിലടിച്ച് മൊത്തം കഴുകിയതിന് ജനലിൻ്റെ കമ്പിയും ഗ്ലാസ്സും ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അതെല്ലാം അടച്ചു വെച്ചു. അതുപോലെ തന്നെ ഡോറും അടച്ചു വെച്ചു. എന്നിട്ട് കംപ്ലീറ്റ് സർഫിട്ട് വെച്ചിട്ട് നല്ലോണം ഉരച്ച് വെച്ചിട്ട് അതെല്ലാം കംപ്ലീറ്റ് അടിച്ച് തന്നെ കഴുകിയാണ്. പുറം ഇങ്ങനെ തന്നെ കഴുകണം, എന്നാലേ വൃത്തി ഉണ്ടാവാറുള്ളൂ. എന്നിട്ട് മാച്ചി കൊണ്ട് അടിച്ചിട്ട് വെള്ളമെല്ലാം അടിയിലേക്ക് താക്കിയാണ്. ഇനി മുഫിട്ടിട്ട് പിന്നെ കംപ്ലീറ്റ് ഒന്ന് തുടക്കേനെ, അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ വീട് പോകില്ലേ. മൊത്തത്തിലങ്ങ് തുടച്ച് വെക്കേന്. പടിയുമായി ഇനി അത് നമുക്ക് പുറത്തേത്തെ പടി തുടങ്ങാം, അല്ല ഉള്ളിലെ പടി തുടങ്ങാം. ഉള്ളിലെ പിന്നെ ഇത് കണ്ട് ഈ ടേബിൾ ഇത് നല്ലോണം വൃത്തികേടാവും. അതിൻ്റെ മൊത്തത്തിൽ നമുക്ക് വൃത്തിയാക്കാനുണ്ട്. കംപ്ലീറ്റ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പുറത്തേക്ക് പോകാം. ഇൻ്റർലോക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഇനി സർഫും അതുപോലെ തന്നെ വെള്ളം കലക്കിയിട്ട് ബ്രഷ് കൊണ്ട് നല്ലോണം ഉരക്കേന്. ഓരോരോ ഭാഗമായിട്ട് ചെയ്യാൻ കഴിയുന്നുള്ളൂ, ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ക്ഷീണം പിടിക്കുന്നു. എന്നിട്ട് അതേപോലെ തന്നെ പൈപ്പ് കൊണ്ട് കഴുകിക്കളയാന്. നമുക്ക് നോമ്പിന് ഇത് ചെയ്യാൻ വല്ലാത്തൊരു ഇൻട്രസ്റ്റാണ്. നല്ല ആരോഗ്യം കിട്ടും. റബ്ബ് തരുന്നതാണത് കംപ്ലീറ്റ് വൃത്തിയാക്കാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ മോളിനെ ലാസ്റ്റ് സമ്മാനം തരണം പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നമ്മുടെ മുകളിലെ സിറ്റ് ഔട്ടാണ്. അതിൻ്റെ മുകളിലൊരു ഭാഗമാണിതൊക്കെ. മുകളിലെ സിറ്റ് ഔട്ടൊക്കെ നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട്. അത് ഇതുപോലെ കഴുകാൻ കഴിയില്ലല്ലോ, അടിയിലേക്ക് വെള്ളം പോലെ. ഈ പുറത്തേത്തെ താഴെ സിറ്റ് ഔട്ട് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുന്നുള്ളൂ. എല്ലാം കൂടി കണ്ടോ, മുകളിലെ സിറ്റ് ഔട്ടെല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ അങ്ങ് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ചെയ്യുമെന്നറിയാം. എന്നാലും വെറുതെ ഒരു വീഡിയോ ഇട്ടതാണ്. എല്ലാവരും ഇടുന്ന കാണുന്നുണ്ട് നോമ്പിൻ്റെ ക്ലീനിങ് എന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തു വെച്ചതും അതും ഇതുമെല്ലാം ആയിട്ട് ഇടുന്നതാണ്. ഒരേ ദിവസമല്ല ഇതൊന്നും എടുത്തത്. എല്ലാം കംപ്ലീറ്റ് നല്ല നീറ്റായി നല്ല ഇതായിട്ടുണ്ട്. പുറക്ക് പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല, 2-3 വർഷം മുന്നേ അടിച്ചതാണ്. അതാണ് ഇങ്ങനെ. ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വേറൊന്നും